ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ DRDOയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ നോക്കാം. അപ്പം വന്നിരിക്കുന്ന രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുന്നത്. ഒന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ ടെക്നീഷ്യൻ എ. ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുന്നത്. അപ്പോൾ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിക്ക് 561 വേക്കൻസിയും അതേപോലെ ടെക്നീഷ്യൻ എക്ക് 203 വേക്കൻസീസുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടോട്ടൽ 764 വേക്കൻസീസിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസംബർ 9 മുതലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവായി തുടങ്ങുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിക്ക് CBT 1ഉം CBT 2ഉം ഉണ്ടായിരിക്കും. അതേപോലെ ടെക്നീഷ്യൻ എക്ക് CBT 1ഉം അതേപോലെ ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ നമ്മൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ DRDOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ സാലറി സ്കെയിൽ പറയുവാണെങ്കിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയും ടെക്നീഷ്യൻ എക്ക് 19,900 മുതൽ 63,200 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 6 പോസ്റ്റ് ആണ്, ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ലെവൽ 3 പോസ്റ്റ് ആണ്. നമ്മൾ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ അലൈൻഡ് സബ്ജക്ട്സ് recognized by AICT in the following discipline: automobile, chemical, civil, computer science, electrical and electronics, electrical, electronics and instrumentation, electronics or electronics and communication or electronics telecommunication, instrumentation, mechanical, metallurgy engineering, agriculture, botany, chemistry, library science, mathematics, MLT, photography, physics, printing technology, physiology, textile and zoology. അതേപോലെ ടെക്നീഷ്യൻ എയിലേക്ക് വരുമ്പോൾ 10th ക്ലാസ് പാസ് ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് അതിന്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ITI ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് മിനിമം 1 year ഡ്യൂറേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഫ് ദ ITI ഡു നോട്ട് അവാർഡഡ് സർട്ടിഫിക്കറ്റ് ഓർ NDC ഓർ NAC ഇൻ ദ റിക്വയർഡ് ഡിസിപ്ലിൻ ഇൻ ദ ഫോളോയിങ് ട്രേഡ്: ഓട്ടോമൊബൈൽ ഉണ്ട്, ബുക്ക് ബൈൻഡർ, കാർപ്പൻറ്റർ, CNC ഓപ്പറേറ്റർ, കോപ്പ, ഡ്രാഫ്റ്റ്മാൻ, മെക്കാനിക്കൽ, DTP ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഫിറ്റർ, ഗ്രൈൻഡർ, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, മിൽ റൈറ്റ് മെക്കാനിക്, മോട്ടോർ മെക്കാനിക്, പെയിന്റർ, ഫോട്ടോഗ്രാഫർ, റെഫ്രിജറേഷൻ ആൻഡ് AC, ഷീറ്റ് മെറ്റൽ വർക്കർ, ടർണർ, വെൽഡർ. ഇത്രയും ട്രേഡുകളിലേക്കാണ് ഈ ടെക്നീഷ്യൻ എ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ്, കറക്റ്റ് ആയിട്ട് ഏതൊക്കെ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ മനസ്സിലാവുന്നതായിരിക്കും. ഡിസംബർ 9 മുതലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആക്റ്റീവായി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.